അങ്ങനെ ലിവർ റോസ്റ്റ് നന്നായിരിക്കും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് രാവിലെ തന്നെ പപ്പ ലിവർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ലിവർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. ലിവർ റോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആ വേർഡ് പറയാൻ പറ്റുന്നില്ലല്ലോ. ലിവർ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ പപ്പയാണ് ക്ലീൻ ചെയ്യുന്നത്. പപ്പ ക്ലീൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു വോയിസ് ഓവർ തരണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചർച്ചിൽ പ്രെയർ നടക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം നല്ലതുപോലെ കേൾക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് ഓവർ തരുന്നത്. ഇടയ്ക്ക് ആ പ്രെയർ നിൽക്കുന്ന ടൈമിൽ ബാക്കിയെല്ലാം ഞാൻ വീഡിയോ വോയിസ് അതിനോട് ഇടുന്നുണ്ട്. ഒരുപാട് കാര്യം ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്കതൊന്നും കേൾക്കാൻ പറ്റില്ല. ആ ചർച്ചിലെ പ്രെയർ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒരു വോയിസ് ഓവറായിട്ട് തരുന്നത്. ഓക്കെ, അങ്ങനെ വെളുത്തുള്ളി, സവോള, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, മല്ലിയില, ഇഞ്ചി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലൊരു വീഡിയോ വിട്ടുപോയായിരുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ ചതയ്ക്കുന്നതും അതൊക്കെ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കതൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ കരുതി വീഡിയോ ഓണാണെന്ന്, പക്ഷേ വീഡിയോ ഓൺ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് വീഡിയോ മിസ്സായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞ് സമാധാനിക്കാം അല്ലേ. ഇടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മീൻസ് ആദ്യത്തെ കാരണം ആദ്യത്തെ വീഡിയോ അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ കാണും. ഓക്കെ, അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു, അതെല്ലാം ക്ലീൻ ചെയ്യുന്നു. സവോള എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾ വിചാരിക്കും ഈ സവോള ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കരയുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ. പക്ഷെ ഞാൻ കരയുന്നുണ്ട്, നല്ലതുപോലെ കരയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കും. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി. ഇവളെന്തപ്പാ ഈ കാണിക്കുന്ന, ഈ സവോള പൊളിക്കുമ്പോഴത്തേക്ക് കണ്ണൊക്കെ നീറും, സ്വാഭാവികം, ഇതൊന്നും എന്നെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ, ഞങ്ങളെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. ബട്ട് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ അല്ലേ, അതൊരു കൺസെൻട്രേഷൻ എടുത്തുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ലിവർ വേവിക്കാനായിട്ട് കുക്കറിൽ ലിവർ ഇട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ്. അങ്ങനെ ലിവർ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറാണ്. ലിവർ ഇട്ടതിന് ശേഷം അതിൽ നമുക്ക് ബാക്കി മസാലകൾ ഇടാം. അങ്ങനെ ഓവറായിട്ട് മസാലയൊന്നും ഞാൻ അതിലിടുന്നില്ല ഫസ്റ്റ് ടൈമിൽ. അതിൽ കുറച്ച് മസാലകൾ മാത്രം ഇട്ട് ആണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ആദ്യം വെള്ളം ഒഴിക്കരുത്. ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. അത് ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ വെള്ളം അതിൽ നിന്ന് വന്നോളും. രണ്ടാമത്തെ അതിനുശേഷം ഇതിൽ ആദ്യത്തെ മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പിടുന്നുണ്ട്. ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരാവശ്യത്തിന്, നമ്മൾ അടുത്ത മസാല അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിടും. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു കണക്കനുസരിച്ച് കുറച്ച് ഉപ്പിടണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് എനിക്ക് പിന്നെ ഇത് വേവിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇത് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്മെല്ല് വരും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഇടുന്നുണ്ട്. ഈ വെളുത്തുള്ളി എന്തുകൊണ്ട് തോടോടെ ഇട്ടു എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ അതിനൊക്കെ മറ്റേ മിസ്സായ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, മീൻ വറുക്കുമ്പോഴായിരുന്നു, ചിക്കൻ വറുക്കുമ്പോഴൊക്കെ ആയിരുന്നാലും എനിക്ക് വെളുത്തുള്ളി തോടോടെ ഇടുന്നതാണ് ഇഷ്ടം. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് കടിച്ച് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് തോടോടെ ഇടുന്നത്. പക്ഷേ നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ് ഞാൻ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല വേവ് വേണം ഇതിന്. അതുകൊണ്ട് തന്നെ ഒരു 6-7 വിസിൽ നമ്മൾ കേട്ട് അത് കഴിഞ്ഞിട്ടും നമ്മൾ ആ വെയിറ്റ് എടുക്കരുത്. നല്ലതുപോലെ അതിലിരുന്ന് വെന്തതിന് ശേഷം മാത്രമാണ് നമുക്കത് എടുക്കേണ്ടത്. ഓക്കെ, അത് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ അടുത്ത് മസാലയ്ക്കുള്ള പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെളിച്ചെണ്ണയും കടുകും ഒക്കെ ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ഇടേണ്ടത്, നമുക്ക് വെളുത്തുള്ളി ഇടാം. ഓക്കെ, വെളുത്തുള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി, ഒന്ന് ബ്രൗൺ കളറാവുന്ന, അടിക്ക് പിടിക്കാതെ ബ്രൗൺ കളർ ആവണത് വരെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം.
പെട്ടെന്ന് മൂക്കും. അതുകൊണ്ട് തന്നെ ഇത് ബ്രൗൺ കളറായി മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് എന്തിടാം, നമുക്ക് നമ്മുടെ സവോള ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ലിവർ റോസ്റ്റിൻ്റെ അവസാന ഘട്ടമൊന്നും എത്തിയിട്ടില്ല. എങ്കിൽ പോലും ഉള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉള്ളി നല്ലപോലെ ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഇത് ബാക്കി മസാലസ് ഇടണം. അപ്പോൾ ആദ്യം നല്ലപോലെ ബ്രൗൺ കളർ ആവട്ടെ, എനിക്ക് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ലിവർ വെന്തിട്ടുണ്ട്. 7 വിസിലാണ് കേൾക്കുന്നത്. 7 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലിവർ വെന്ത് കാണും. അതിൻ്റെ അധികം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം ഇതിലേറ്റവും പാട് ചിക്കൻ കറിയൊക്കെ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അത് നേരെ ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറി പെട്ടെന്ന് വെക്കാൻ പറ്റും. ലിവർ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ, അങ്ങനെ നമ്മുടെ ലിവർ വെന്തിട്ടുണ്ട്. അങ്ങനെ കുക്കർ ഓപ്പൺ ചെയ്യുന്ന ടൈമിലാണ് ഓക്കെ കണ്ടോ, നമ്മുടെ ലിവർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ ലിവർ ഇടുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാൻ പാടില്ല, അതിൽ ഓൾറെഡി വെള്ളം കാണുമെന്ന്. കണ്ടോ, അതിൻ്റെ സത്തെന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ കൊഴുപ്പും അതും എല്ലാം കൂടെ നിറഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലിവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ മസാലയിലേക്ക് ഇട്ട് വേണം നമുക്ക് വരട്ടിയെടുക്കാനായിട്ട്. ഓൾറെഡി നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാത്രമൊക്കെ ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്, അത് സ്വാഭാവികം, കുഴപ്പമില്ല. ഓക്കെ, ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നമുക്ക് ഇടാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഉള്ളി നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത് എന്തായാലും ലിവറിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിലെല്ലാം എടുത്ത് മഞ്ഞൾപ്പൊടി ആയതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് മതി. ഞാൻ കുറച്ച് ഓവറായി ഇട്ടോ എന്നൊരു ഡൗട്ടുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് ആവശ്യത്തിന് ഇട്ടാൽ മാത്രം മതി. കുറച്ച് എന്താ പറയട്ടെ, ആവേശം കൂടിപ്പോയി എന്ന് തോന്നുന്നു, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നല്ലതുപോലെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത്രയും ഇടണമെന്നില്ല, ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച മണം മാറുന്നതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മളുടെ ഓരോരുത്തരുടെ എരിക്കനുസരിച്ച് വേണം ഇടാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ എരി കഴിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അത്യാവശ്യം മുളക് പൊടി ഇടുന്നുണ്ട്. ശരിക്കും ഈ ലിവർ റോസ്റ്റിന് നല്ല മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ എന്തോ ഇതിന് ഞങ്ങൾക്ക് കുരുമുളക് ഇല്ലായിരുന്നു വീട്ടിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊടിച്ച കുരുമുളകിനേക്കാൾ, ഞാൻ അതാണ് അവിടെ പറയുന്നത്, പൊടിച്ച കുരുമുളകിനേക്കാളും എനിക്ക് പച്ച കുരുമുളക് ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം. പച്ച കുരുമുളക് ചതച്ചിടുന്നതാണ് ഇഷ്ടം. അത് കുറച്ചും കൂടെ ടേസ്റ്റും മണവും ആയിരിക്കും. അപ്പോൾ കുരുമുളക് ഉള്ളവർ കുരുമുളകും കൂടി ഇടണം. ലിവർ ഇതിപ്പോഴിങ്ങനെ ഊറ്റി വേണം എടുക്കാൻ. ഫുള്ളായിട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത്. നമുക്ക് ഫുള്ളും ഇട്ടിട്ട് ഇളക്കുമ്പോൾ കാണാം.
നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാതെ ഇളക്കി നമുക്ക് കുറച്ച് അതിൻ്റെ വെള്ളം ഒഴിക്കും. കുറച്ച് ഒഴിച്ചു അതിൻ്റെ ഗുണം കൊണ്ട് ഇരിക്കുന്ന ആ വെള്ളത്തിലാണ് ഒഴിക്കാം. ജസ്റ്റ് ഒഴിച്ചൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അടുത്ത പണിയാണ് ഇത് വരട്ടിയെടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ വരട്ടിയെടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിനെ വരണ്ട് വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കിയിരിക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കഴിക്കാം. അതിന് നമുക്ക് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ്. ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഇടണമായിരുന്നു. തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. പിന്നെ പച്ചമുളക് ഇടാം. കുറച്ച് കറിവേപ്പില, കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ. ഉപ്പും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇട്ടോ. എന്നാൽ നമുക്ക് ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പപ്പയെ വിളിക്കാം. പപ്പ വാ. ടേസ്റ്റ് കൊള്ളാം. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചൂടുണ്ടാ? ശരിയുണ്ടാ? കൊള്ളാൻ പറയടാ. ഇവിടെ പറയടാ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നായിട്ടില്ല.
ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നന്നായിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, നന്നായിരിക്കും.